സംസ്ഥാനത്തെ വെളുത്തുള്ളി വില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു. 50 രൂപയോളം മാത്രം വിലയുണ്ടായിരുന്ന വെളുത്തുള്ളിയാണ് ഇപ്പോൾ 500-നടുത്ത് എത്തി നിൽക്കുന്നത്. വിലവർധനയുടെ കാരണമെന്തെന്നും വർധന എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുമെന്നും നോക്കാം. ചേച്ചിയെ 2 ചായ. ഇതെന്താ ചേച്ചി പുതിയ വിലവര പട്ടിക? കൂട്ടിയ പൈസ സാധനങ്ങൾക്കൊക്കെ വില കൂടി. അപ്പോൾ ഞങ്ങൾ ഓരോന്നും 2 രൂപയ്ക്ക് കൂട്ടി. എല്ലാ സാധനം പുട്ടുപൊടി വില കൂടി, വെളുത്തുള്ളി വില കൂടി. എത്ര വെളുത്തുള്ളി കിലോന് എത്രയാ? ക്വാളിറ്റി 450 രൂപ വിലയുണ്ട്. അത് തന്നെ എന്ത് ചെയ്യാനൊക്കും, പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ, അതുകൊണ്ട് ആളുകൾ വാങ്ങിക്കും. വീടുകളിലേതുപോലെ തന്നെ ഇനി ഹോട്ടലുകളിലേക്ക് വന്നാൽ ചിക്കൻ, ബീഫ് മുതൽ മയണൈസ് വരെ ഒന്നും വെളുത്തുള്ളി ഇല്ലാതെ പറ്റില്ല. अभी हम लोग जो बनाए मेनिस, तो सबसे पहले 1 पीस गार्लिक, लेकिन इसका प्राइस बहुत ज़्यादा है और ये ज़रूरी है गार्लिक, जो कि हम लोग को मेनिस में जाता है. വെളുത്തുള്ളി ഇല്ലാതെ നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ല. അതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. വെളുത്തുള്ളിയാണ് ഏറ്റവും വലിയ ഘടകം. എന്താണ് ഈ വില കൂടാനുള്ള കാരണം? തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും വെളുത്തുള്ളി എത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഈ സംസ്ഥാനങ്ങളിൽ വെളുത്തുള്ളി ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണിപ്പോൾ വില ഉയരാൻ കാരണം. ഒരു മാസത്തിനുള്ളിൽ 10 ഇരട്ടി വില വർധനവാണ് ഉണ്ടായത്. സർവകാല റെക്കോർഡിലേക്ക് കടക്കുമ്പോൾ വെളുത്തുള്ളി വാങ്ങാനും വാങ്ങാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് സാധാരണക്കാർ. കണ്ടില്ലേ, ഈ ഇത്തിരി കുഞ്ഞു വെളുത്തുള്ളി പോലും വിപണിയിൽ 100-400 രൂപ കടന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഇത് ബാധിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചെഗവർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.